26ാമത്തെ ചോദ്യം. അനകസംഖ്യയെക്കുറിച്ചുള്ള താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ വായിച്ച് ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 1, 2 പ്രസ്താവനകൾ തെറ്റ്, 3 ശരി. അനകസംഖ്യയെക്കുറിച്ചുള്ള താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ വായിച്ച് ശരിയായത് തിരഞ്ഞെടുക്കാൻ ഓപ്ഷൻ ബി 1, 2 പ്രസ്താവനകൾ തെറ്റ്, 3 ശരി. 27ാമത്തെ ക്വസ്റ്റ്യൻ. തുടർച്ചയായ ഏറ്റവും കുറഞ്ഞ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 654? ഓപ്ഷൻ ബി ആണ് ആൻസർ 3. തുടർച്ചയായ ഏറ്റവും കുറഞ്ഞ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 654? ഓപ്ഷൻ ബി 3 ആണ്. 28ാമത്തേന് ആൻസർ ഇല്ല. 29ാമത്തേത്. 300-നും 600-നും ഇടയിൽ 2, 3, 4 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യകളുണ്ട്? ഓപ്ഷൻ സി ആണ് ആൻസർ 24. 29ാമത്തേത് ഓപ്ഷൻ സി 24 ആണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ. 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളിൽ എത്ര ഭാഗമാണ് അഭാജ്യ സംഖ്യകളുടെ എണ്ണം വരുന്നത്? ഓപ്ഷൻ ബി ആണ് 8/20 ഭാഗം. 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളിൽ എത്ര ഭാഗമാണ് അഭാജ്യ സംഖ്യകളുടെ എണ്ണം വരുന്നത്? 8/20 ആണ്. ഓപ്ഷൻ ബി. 31ാമത്തെ ചോദ്യം. ഒരു സംഖ്യയുടെ 1/7 4/1 ഭാഗം 40 ആയാൽ സംഖ്യ ഏത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ഡി 1120. ഒരു സംഖ്യയുടെ 1/7 4/1 ഭാഗം 40 ആയാൽ സംഖ്യ ഏത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ 1120. 32ാമത്തെ ചോദ്യം. 0.1 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 0.000001 ലഭിക്കും? ഓപ്ഷൻ സി ആണ് 1/10,000 ആണ്. ഓപ്ഷൻ സി ആണ് 1/10,000 ആണ്. അടുത്ത 33ാമത്തെ ചോദ്യം. 3/5 the whole raised to 3 into 3/5 x plus 5 equal to 3/5 the whole raised to 12 ആയാൽ എക്സിൻ്റെ വില എത്ര എന്നാണ്? ഓപ്ഷൻ സി 4 ആണ്. 33ാമത്തേത് ഓപ്ഷൻ സി 4 ആണ്. 34ാമത്തെ ചോദ്യം. 7.2 ഇൻറ്റു 7.2 പ്ലസ് 2 ഇൻറ്റു 7.2 ഇൻറ്റു 2.8 പ്ലസ് 2.8 ഇൻറ്റു 2.8ൻ്റെ വില. ഓപ്ഷൻ ഡി ആണ് ആൻസർ 100. 34ാമത്തേത് ഓപ്ഷൻ ഡി 100 ആണ് ആൻസർ. 35ാമത്തെ ചോദ്യം. 82,200 എന്ന സംഖ്യ ഒരു പൂർണ്ണവർഗമാകാൻ അതിനോട് കൂട്ടാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നാണ്? ഓപ്ഷൻ ഡി 81 ആണ്. ഇത് 35ാമത്തെ ചോദ്യം. ഓപ്ഷൻ ഡി 81 ആണ്. 36ാമത്തെ ചോദ്യം. 3, 4, 5, 6 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗ സംഖ്യ ഏത് എന്നാണ്? ഓപ്ഷൻ ഡി 900 ആണ്. 36ാമത്തെ ചോദ്യം. ഓപ്ഷൻ ഡി 900. 37ാമത്തെ ചോദ്യം. ഒരു സെക്കൻഡിൽ 15 മീറ്റർ സഞ്ചരിക്കുന്ന ഒരു കാർ 2 മണിക്കൂർ കൊണ്ട് എത്ര കിലോമീറ്റർ സഞ്ചരിക്കും? ഓപ്ഷൻ ബി 108 കിലോമീറ്റർ. ഒരു സെക്കൻഡിൽ 15 മീറ്റർ സഞ്ചരിക്കുന്ന ഒരു കാർ 2 മണിക്കൂർ കൊണ്ട് എത്ര കിലോമീറ്റർ സഞ്ചരിക്കുമെന്നാണ്? ഓപ്ഷൻ ബി 108 കിലോമീറ്റർ ആണ്. 38ാമത്തെ ചോദ്യം. തുടർച്ചയായ 6 ഇരട്ട സംഖ്യകളുടെ ശരാശരി 25 വലിയ സംഖ്യ ഏത് എന്നാണ്? ഓപ്ഷൻ ഡി 30 ആണ്. 39ാമത്തെ ചോദ്യം. ഒരു വസ്തുവിൻ്റെ വില 30% കൂട്ടിയതിനു ശേഷം 30% വിലക്കുറവിൽ വിറ്റാൽ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം? ഓപ്ഷൻ സി 9% നഷ്ടമാണ്. 39ാമത്തെ ചോദ്യം. ഓപ്ഷൻ സി ആണ് 9% നഷ്ടം. 40ാമത്തെ ചോദ്യം. 450 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 54 km/h വേഗതയിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ ഒരു വൃക്ഷത്തെ കടന്നു പോകാൻ എടുക്കുന്ന സമയം എത്ര? ഓപ്ഷൻ സി ആണ് 30 സെക്കൻഡ്. 40ാമത്തെ ചോദ്യം. ഓപ്ഷൻ സി ആണ് 30 സെക്കൻഡ്. 41ാമത്തെ ചോദ്യം. 54 × 96 × 78 ഈക്വൽ ടു 40, 43, 52 ആണെങ്കിൽ 27 × 48 × 39 എത്ര എന്നാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ 50,544. 41 എ ആണ് 50,544.
42ാമത്തെ വിട്ടുപോയ സംഖ്യ ഏതാണെന്നാണ്. ഓപ്ഷൻ ബി 625. 42 ഓപ്ഷൻ ബി 625 43ാമത്തെ ചോദ്യം. 100 വരെയുള്ള ഒറ്റസംഖ്യകളായ അഭാജ്യസംഖ്യകളുടെ ഗുണനഫലത്തിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏതെന്നാണ്. ഓപ്ഷൻ സി 5. 100 വരെയുള്ള ഒറ്റസംഖ്യകളായ അഭാജ്യസംഖ്യകളുടെ ഗുണനഫലത്തിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്കം ഏതെന്നാണ്. ഓപ്ഷൻ സി ആണ് 5. 43ാമത്തേത് ഓപ്ഷൻ സി ആണ്. 44. ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് 4ൽ 3 ചതുര സെൻറ്റിമീറ്റർ ആണ്. വീതി 8ൽ 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ചതുരത്തിൻ്റെ നീളം എത്ര? ഓപ്ഷൻ ബി 2 സെൻറ്റിമീറ്റർ. 44 ഓപ്ഷൻ ബി ആണ് 2 സെൻറ്റിമീറ്റർ. 45ാമത്തെ ചോദ്യം. 0.011 × 0.110 0 ഭാഗം 0.0121 വില എത്ര എന്നാണ്. ഓപ്ഷൻ എ 0.1 ആണ്. 45 ഓപ്ഷൻ എ 0.1 ആണ്. 46ാമത്തെ ചോദ്യം. 6/4 വർഗ്ഗമൂലം എത്ര? ഓപ്ഷൻ എ ആണ് 2/2. 46ാമത്തെ ചോദ്യം. ഓപ്ഷൻ എ ആണ് 2/2. 47ാമത്തെ ചോദ്യം. ആദ്യത്തെ 250 ഒറ്റസംഖ്യകളുടെ ശരാശരി എത്ര എന്നാണ്. ഓപ്ഷൻ സി 250 ആണ്. ആദ്യത്തെ 250 ഒറ്റസംഖ്യകളുടെ ശരാശരി എത്ര എന്നാണ്. ഓപ്ഷൻ സി 250 ആണ്. 48ാമത്തെ ചോദ്യം. 2200 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 2420 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര എന്നാണ്. ഓപ്ഷൻ ബി 10% 48ാമത്തെ ചോദ്യം. ഓപ്ഷൻ ബി 10%. 49ാമത്തെ ചോദ്യം. ഒരു സംഖ്യയുടെ 30% 55% തമ്മിലുള്ള വ്യത്യാസം 2500 ആണെങ്കിൽ സംഖ്യ എത്ര എന്നാണ്. 10,000 ആണ്. ഓപ്ഷൻ ബി. 49ാമത്തേത് ഓപ്ഷൻ ബി 10,000. 50ാമത്തെ ചോദ്യം. ഒരു ജോലി 12 പേർ 7 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുമെങ്കിൽ 42 പേർ ആ ജോലി എത്ര ദിവസങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കും? ഓപ്ഷൻ സി 2 ആണ്. ഒരു ജോലി 12 പേർ 7 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുമെങ്കിൽ 42 പേർ ആ ജോലി എത്ര ദിവസങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കുമെന്നാണ്. ഓപ്ഷൻ സി 2 ആണ്. 51ാമത്തെ ചോദ്യം. 4:30 മണി കാണിക്കുന്ന ഒരു വാച്ചിലെ മിനിറ്റ് സൂചി കിഴക്ക് ദിശയിലേക്കാണ് നിൽക്കുന്നതെങ്കിൽ മണിക്കൂർ സൂചി ഏത് ദിശയിലേക്ക് നിൽക്കുന്നു? ഓപ്ഷൻ ബി വടക്ക് കിഴക്ക്. 4:30 മണി കാണിക്കുന്ന ഒരു വാച്ചിലെ മിനിറ്റ് സൂചി കിഴക്ക് ദിശയിലേക്കാണ് നിൽക്കുന്നതെങ്കിൽ മണിക്കൂർ സൂചി ഏത് ദിശയിലേക്ക് നിൽക്കുക? ഓപ്ഷൻ ബി വടക്ക് കിഴക്ക്. 51. 52ാമത്തേത്. ഒരു സമചതുരക്കട്ടയുടെ ചിത്രം താഴെ നൽകിയിട്ടുണ്ട്. ഇതിൽ താഴെ 2 കുത്തുകൾ ആണ് ഉള്ളതെങ്കിൽ മുകൾ വശത്ത് എത്ര കുത്തുകൾ ഉണ്ടായിരിക്കും? ഓപ്ഷൻ ഡി 6 ആണ്. 52ാമത്തേത് ഓപ്ഷൻ ഡി 6 ആണ്. 53ാമത്തേത്. താഴെ കൊടുത്തിരിക്കുന്ന ശ്രേണിയിൽ അടുത്തതായി വരുന്ന ചിത്രം ഏതായിരിക്കും? ഓപ്ഷൻ ബി. 53 ഓപ്ഷൻ ബി ആണ്. 54ാമത്തെ ചോദ്യം. ദീപ എ എന്ന പോയിന്റിൽ നിന്നും ബി എന്ന പോയിന്റിലേക്ക് 70 മീറ്റർ സഞ്ചരിച്ചതിന് ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 40 മീറ്റർ സഞ്ചരിച്ചു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 60 മീറ്റർ സഞ്ചരിച്ചു. അവസാനം വലത്തോട്ട് തിരിഞ്ഞ് 40 മീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ തുടങ്ങിയ പോയിന്റിൽ നിന്നും ദീപ ഇപ്പോൾ എത്ര മീറ്റർ അകലെയാണ്? 54 ഓപ്ഷൻ ഡി 10 ആണ്. 54ാമത്തേത് ഓപ്ഷൻ ഡി 10 ആണ്. 55ാമത്തെ ചോദ്യം. ഒരു ദിവസം രാവിലെ സൂര്യൻ ഉദിച്ചതിന് ശേഷം സോമനും രാജനും തങ്ങളുടെ പുറകുവശം ഓരോ ദിശയിൽ വരുന്ന വിധത്തിൽ നിൽക്കുകയായിരുന്നു. രാജന്റെ നിഴൽ കൃത്യമായി അദ്ദേഹത്തിന്റെ ഇടതുവശത്തായിരുന്നു എങ്കിൽ സോമൻ ഏത് ദിശയിലായിരിക്കും നോക്കി നിൽക്കുന്നത്? ഓപ്ഷൻ സി വടക്കാണ്. 55 ഓപ്ഷൻ സി വടക്കാണ്. 56ാമത്തെ ചോദ്യം. ആരോമൽ തൻ്റെ കാലുകൾ മുകളിൽ നിന്ന് താഴെയും വരുന്ന വിധത്തിലുള്ള വ്യായാമം ചെയ്യുകയായിരുന്നു. അദ്ദേഹം പടിഞ്ഞാറ് ദിശയിലായിരുന്നു നോക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇടത് കൈ ഏത് ദിശയിലായിരിക്കും? ഓപ്ഷൻ ഡി തെക്കാണ്. 56 ഓപ്ഷൻ ഡി തെക്ക്. 57 തെക്ക് പടിഞ്ഞാറ് ദിശയെ കിഴക്കെന്നും തെക്ക് കിഴക്ക് ദിശയെ വടക്കെന്നും സങ്കല്പിച്ചാൽ വടക്ക് ദിശ എന്തായിരിക്കും? ഓപ്ഷൻ എ തെക്ക് പടിഞ്ഞാറ്. 57 ഓപ്ഷൻ എ തെക്ക് പടിഞ്ഞാറാണ്. 58 താഴെ കൊടുത്തിരിക്കുന്ന ശ്രേണിയിൽ അടുത്തതായി വരുന്ന ചിത്രം ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ്. 58 ഓപ്ഷൻ ബി. 59 താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൻ്റെ പ്രതിബിംബം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 59ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ്.
60ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന വാക്കിൻ്റെ പ്രതിബിംബം താഴെ പറയുന്നതിൽ ഏതാണെന്നാണ്. മലയാളം ഓപ്ഷൻ എ ആണ്. 69 ഓപ്ഷൻ എ. 60ാമത്തെ ഓപ്ഷൻ എ ആണ്. 61ാമത്തെ, താഴെ കാണിച്ചിരിക്കുന്നതിൽ ഏതാണ് 69ൻ്റെ പ്രതിബിംബം? ഓപ്ഷൻ സി ആണ്. 61 ഓപ്ഷൻ സി. 62, താഴെ തന്നിരിക്കുന്ന ചിത്രത്തിനെ കറക്കുമ്പോൾ താഴെ പറയുന്നതിൽ ഏത് ലഭിക്കും? ഓപ്ഷൻ ബി ലഭിക്കും. 62 ഓപ്ഷൻ ബി ആണ്. 63ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് 1ൻ്റെ പ്രതിബിംബം? ഓപ്ഷൻ ഡി ആണ്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് 1ൻ്റെ പ്രതിബിംബം? ഓപ്ഷൻ ഡി. 63 ഓപ്ഷൻ ഡി ആണ്. 64ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന ചിത്രം മടക്കി ഒരു സമചതുര കട്ടയുടെ രൂപത്തിലാക്കിയാൽ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഏതായിരിക്കും ശരിയായി വരിക? ഓപ്ഷൻ ഡി ആണ്. 64 ഓപ്ഷൻ ഡി. 65ാമത്തെ ക്വസ്റ്റ്യന് ആൻസർ ഇല്ല. 66ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന ചിത്രത്തിനെ കറക്കുമ്പോൾ താഴെ പറയുന്നതിൽ ഏത് ലഭിക്കും? ഓപ്ഷൻ എ ആണ്. 66 ഓപ്ഷൻ എ ആണ്. 67, താഴെ തന്നിരിക്കുന്ന സമചതുരക്കട്ടയെ തുറക്കാൻ ശ്രമിച്ചാൽ താഴെ പറയുന്നതിൽ ഏത് ലഭിക്കും? ഓപ്ഷൻ ഡി. 67 ഓപ്ഷൻ ഡി ആണ്. 68, അനിൽ 5 കിലോമീറ്റർ തെക്കോട്ട് നടന്നതിന് ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ വീണ്ടും നടന്നു. അതിനുശേഷം 5 കിലോമീറ്റർ ഇടത്തോട്ട് തിരിഞ്ഞ് നടന്നുവെങ്കിൽ അനിൽ തുടങ്ങിയ സ്ഥലത്തിൻ്റെ ഏത് ദിശയിലായിരിക്കും ഇപ്പോൾ നിൽക്കുന്നത്? ഓപ്ഷൻ എ തെക്ക് പടിഞ്ഞാറ്. 68 ഓപ്ഷൻ എ തെക്ക് പടിഞ്ഞാറാണ്. 69, ആദ്യ തൻ്റെ വാച്ച് 6 മണിക്ക് മണിക്കൂർ സൂചി വടക്കോട്ട് നീക്കുന്ന വിധത്തിൽ മേശപ്പുറത്ത് വെച്ചുവെങ്കിൽ 9:15 ആ വാച്ചിലെ മിനിറ്റ് സൂചി ഏത് ദിശയിലേക്കായിരിക്കും നിൽക്കുന്നത്? ഓപ്ഷൻ ബി പടിഞ്ഞാറാണ്. 69 ഓപ്ഷൻ ബി പടിഞ്ഞാറാണ്. 70ാമത്തെ ചോദ്യം, ദേവിയും ആമിനയും എതിർ ദിശകളിലേക്ക് 3 കിലോമീറ്റർ വീതം നടന്നു. ദേവി കിഴക്കോട്ടാണ് നടന്നത്. 3 കിലോമീറ്ററിന് ശേഷം രണ്ടുപേരും വലത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ വീണ്ടും നടന്നു. ഇപ്പോൾ രണ്ടുപേരും തിരിഞ്ഞ് മുഖാമുഖം നിൽക്കുന്നു. ആമിന ഏത് ദിശയിലേക്കായിരിക്കും നോക്കി നിൽക്കുന്നത്? 70 ഓപ്ഷൻ എ തെക്ക് കിഴക്ക് ദിശ. ഓപ്ഷൻ എ തെക്ക് കിഴക്ക് ദിശയിലാണ്. 71, മുകളിലത്തെ ചോദ്യത്തിൽ ദേവി ഏത് ദിശയിലേക്കാണ് നോക്കി നിൽക്കുന്നത്? ഓപ്ഷൻ സി വടക്ക് പടിഞ്ഞാറ്. 71 ഓപ്ഷൻ സി വടക്ക് പടിഞ്ഞാറാണ്. 72, ഒരു സമചതുരക്കട്ടയുടെ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളെ അപഗ്രഥിച്ചതിന് ശേഷം അടിവശത്ത് 4 എന്ന അക്കമാണെങ്കിൽ മുകൾ വശത്ത് ഏതക്കമായിരിക്കും? ഓപ്ഷൻ എ 1 ആണ്. 72 ഓപ്ഷൻ എ 1 ആണ്. 73, ഇവയിൽ അനുബന്ധ അക്ഷരങ്ങളെ ഉപയോഗിച്ചുണ്ടാക്കാവുന്ന ആകൃതി ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 73 ഓപ്ഷൻ ഡി. 74, താഴെ തന്നിരിക്കുന്ന 3D ചിത്രത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് നോക്കുന്ന 2D ആകൃതി എങ്ങനെയാണ്? ഓപ്ഷൻ ബി ആണ്. 74 ഓപ്ഷൻ ബി. 75, സക്സസ് എന്ന വാക്കിൻ്റെ പ്രതിബിംബം എന്താണ്? ഓപ്ഷൻ എ ആണ്. 75 ഓപ്ഷൻ എ. ഇനി 76, ഉത്തരം ഓപ്ഷൻ ബി ആണ്. 76 ഓപ്ഷൻ ബി ആണ്. 77ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 77 ഓപ്ഷൻ സി ആണ്. 78ാമത്തെ ചോദ്യത്തിൻ്റെ ഓപ്ഷൻ ഡി ആണ് ആൻസർ. 78 ആൻസർ ഡി ആണ്. 79ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 79 ആൻസർ ഓപ്ഷൻ ബി. 80ാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 80ാമത്തേൻ്റെ ആൻസർ ഓപ്ഷൻ ബി. 81ാമത്തേൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 81ാമത്തേൻ്റെ ആൻസർ ഓപ്ഷൻ ബി. 82ാമത്തേൻ്റെ ആൻസർ ഓപ്ഷൻ സി. തന്നിരിക്കുന്ന ചിത്രം ഏത് ഡിസൈൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിയുക. ഓപ്ഷൻ സി ആണ്. 83 ഓപ്ഷൻ ബി. 83 ഓപ്ഷൻ ബി. ഇനി 84 ഓപ്ഷൻ ഡി ആണ്. 84 ഓപ്ഷൻ ഡി ആണ്. 85 9673:8562 എങ്കിൽ 2648 ഡാഷ് എന്നാണ്. ഓപ്ഷൻ ബി 1537. 85 ഓപ്ഷൻ ബി ആണ്. അടുത്ത 86ാമത്തെ ചോദ്യം, ഫ്ലവർ ഏതാണെന്നാണ്.
ഓപ്ഷൻ എ ആണ്. 86 ഓപ്ഷൻ എ. 87 ഹാഡ് 814 ബിഗ് എത്ര എന്നാണ്. ഓപ്ഷൻ ഡി ആണ് 297. 87 ഡി 297. ശ്രേണിയിലെ അടുത്ത ചിത്രം തിരിച്ചറിയുക എന്നാണ്. 88 ഓപ്ഷൻ ബി ആണ്. 88 ഓപ്ഷൻ ബി ആണ്. ഇനി 89 ഓപ്ഷൻ ഡി. 89 ഓപ്ഷൻ ഡി ആണ്. 90 ഓപ്ഷൻ സി ആണ്. 90ാമത്തേത് ഓപ്ഷൻ സി. 91ാമത്തെ പ്രതിബിംബം കണ്ടുപിടിക്കുക എന്നാണ്. 91 ഓപ്ഷൻ എ ആണ്. 91 ഓപ്ഷൻ എ. 92 വുമൺ എന്നതിൻ്റെ ഓപ്ഷൻ ബി ആണ്. 92 വുമണിൻ്റെ പ്രതിബിംബം ഓപ്ഷൻ ബി ആണ്. 93 പ്രതിബിംബം ഓപ്ഷൻ ഡി ആണ്. 93ൻ്റെ പ്രതിബിംബം ഓപ്ഷൻ ഡി. 94 പിക്ചറിൻ്റെ പ്രതിബിംബം ഓപ്ഷൻ സി ആണ്. 94 പിക്ചറിൻ്റെ പ്രതിബിംബം ഓപ്ഷൻ സി ആണ്. 95 ഓപ്ഷൻ സി ആണ്. 95 ഓപ്ഷൻ സി ആണ്. 96ൻ്റെ പ്രതിബിംബം ഓപ്ഷൻ എ ആണ്. 96ൻ്റെ പ്രതിബിംബം ഓപ്ഷൻ എ ആണ്. ഇനി 97ൻ്റെ പ്രതിബിംബം എന്താണ്? അതും ഓപ്ഷൻ എ ആണ്. 97ൻ്റെ പ്രതിബിംബം ഓപ്ഷൻ എ. 98ൻ്റെ പ്രതിബിംബം അതും ഓപ്ഷൻ എ ആണ്. 98 ഓപ്ഷൻ എ. 99ന് ആൻസർ ഇല്ല. 100ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ആൻസർ. ചുവടെ തന്നിരിക്കുന്ന ചിത്രങ്ങളെ അവയുടെ പ്രത്യേകതകളെ അടിസ്ഥാനമാക്കി 3 ഗ്രൂപ്പായി തരംതിരിക്കുക എന്നതാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് വരിക. അപ്പോൾ കൂടുതൽ ക്ലാസ്സിനെ ഞങ്ങളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്